റിഫ്രാക്ഷൻ്റെ കേസിലെ സൈൻ കൺവെൻഷനെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. സൈൻ കൺവെൻഷൻ ഫോർ റിഫ്രാക്ഷൻ. മിററിൻ്റെ കേസിൽ നമ്മൾ യൂസ് ചെയ്ത പോലെ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഒരു കോർഡിനേറ്റ് ആക്സിസ് വരയ്ക്കാം. വൈ ആക്സിസ്, എക്സ് ആക്സിസ്. ഒറിജിനിൽ നിന്ന് റൈറ്റിലേക്ക് മെഷർ ചെയ്യുന്നതെല്ലാം പോസിറ്റീവ് ആയിരിക്കും. ഒറിജിനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് മെഷർ ചെയ്യുന്നതെല്ലാം നെഗറ്റീവ് ആയിരിക്കും. മുകളിലേക്ക് മെഷർ ചെയ്യുന്നത് പോസിറ്റീവ് ആയിരിക്കും. താഴേക്ക് മെഷർ ചെയ്യുന്നത് നെഗറ്റീവ് ആയിരിക്കും. നമ്മൾ ലെൻസിനെ പ്ലേസ് ചെയ്യുക. ലെൻസിൻ്റെ ഒപ്റ്റിക് സെൻറ്റർ കോർഡിനേറ്റ് ആക്സിസിൻ്റെ ഒറിജിനിൽ വരുന്ന രീതിയിലാണ് നമ്മൾ പ്ലേസ് ചെയ്യുക. ഞാൻ ഒരു കോൺവെക്സ് ലെൻസ് വരയ്ക്കാം. ഇതാണ് എൻ്റെ കോൺവെക്സ് ലെൻസ്. പ്രിൻസിപ്പൽ ആക്സിസ് തന്നെ ആയിരിക്കും എക്സ് ആക്സിസ്. നമുക്ക് വൈ ആക്സിസ് വരയ്ക്കാം. വൈ ആക്സിസ് ഇതാണ് ഒപ്റ്റിക് സെൻറ്റർ ഒറിജിനലായിരിക്കും പ്ലേസ് ചെയ്യുക. ഇനി നമുക്ക് പോയിൻറ്റ്സ് മാർക്ക് ചെയ്യാം. ഒപ്റ്റിക് സെൻറ്ററിൽ നിന്നൊരു 4 സ്ക്വയേഴ്സ് മാറി ഫസ്റ്റ് ഫോക്കൽ പോയിൻറ്റ്, F1ൽ നിന്നൊരു 4 സ്ക്വയേഴ്സ് മാറി സെൻറ്റർ ഓഫ് കർവേച്ചർ അല്ലെങ്കിൽ 2F1. ഇനി റൈറ്റിലേക്ക് ഒരു 4 സ്ക്വയേഴ്സ് മാറി F2, വീണ്ടും ഒരു 4 സ്ക്വയേഴ്സ് മാറി 2F2. ഇതായിരിക്കും ഇതിൻ്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയാം. ഒപ്റ്റിക് സെൻറ്റർ മുതൽ ഫോക്കസ് വരെയുള്ള ദൂരം ആണ് ഫോക്കൽ ലെങ്ത്. ഇനി ഇതിന് 2 ഫോക്കൽ പോയിൻറ്റ്സ് ഉണ്ട്, അതുകൊണ്ട് ഇതും ഫോക്കൽ ലെങ്ത് തന്നെയാണ്. അപ്പോൾ ഫോക്കൽ ലെങ്ത് 2 സൈഡിലേക്കുണ്ട്, റൈറ്റിലേക്കും ഉണ്ട് ലെഫ്റ്റിലേക്കും ഉണ്ട്. അത് കാരണം നമുക്ക് ലെൻസിൻ്റെ കേസിൽ ഫോക്കൽ ലെങ്ത്തിൻ്റെ ഒരു ഡയറക്ഷൻ ഫിക്സ് ചെയ്യണം. ഇതിൽ നമ്മൾ കോൺവെക്സ് ലെൻസിനെ പറ്റിയാണ് പറയാം. കോൺവെക്സ് ലെൻസിൻ്റെ കേസിൽ ഫോക്കൽ ലെങ്ത് നമ്മൾ പോസിറ്റീവായിട്ടാണ് എടുക്കുക. റൈറ്റിലെ ഫോക്കസാണ് ഫിക്സ് ചെയ്യുക. ഇതൊരു കൺവേർജിങ് ലെൻസാണ്. ഇപ്പോൾ ഫോക്കൽ ലെങ്ത് നമ്മളെപ്പോഴും പോസിറ്റീവായിട്ടാണ് എടുക്കുക. ഇനി ഒബ്ജക്റ്റ് നമ്മളെപ്പോഴും ലെഫ്റ്റ് സൈഡിലാണ് പ്ലേസ് ചെയ്യുക. ലെൻസിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് പ്ലേസ് ചെയ്യുക. അതുകൊണ്ട് യു എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. യു നമ്മൾ മെഷർ ചെയ്യുന്നത് ഒറിജിനിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ്. അതുകൊണ്ട് ഇത് നെഗറ്റീവ് ആയിരിക്കും. ഇനി ഇമേജ് നമുക്ക് ലെൻസിൻ്റെ റൈറ്റ് സൈഡിലാണ് ഫോം ചെയ്തതെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ വി എന്ന് പറയുന്നത് ഇതായിരിക്കും വി. നമ്മൾ മെഷർ ചെയ്യുന്നത് ഒറിജിനിൽ നിന്ന് റൈറ്റിലേക്കാണ്. അത് പോസിറ്റീവ് ആയിരിക്കും. സോ വി എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും റിയൽ ഇമേജ് ആണെങ്കിൽ. ഓക്കെ, അപ്പോൾ റിയൽ ഇമേജ് എന്താണ്? ലെൻസിൻ്റെ റൈറ്റ് സൈഡിലാണ് ഇമേജ് ഫോം ചെയ്യുന്നതെങ്കിൽ അത് റിയൽ ഇമേജ് ആയിരിക്കും. സോ ഈ കേസിൽ ഇതൊരു റിയൽ ഇമേജാണ്. കാരണം ലൈറ്റ് റേസിനെ ലെൻസ് റിഫ്രാക്റ്റ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇമേജ് ലെൻസിൻ്റെ റൈറ്റ് സൈഡിൽ ഫോം ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്ന സൈഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഫോം ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുക. അതുകൊണ്ട് ലെൻസിൻ്റെ റൈറ്റ് സൈഡിൽ ഫോം ചെയ്യുന്ന ഇമേജസ് റിയൽ ആയിരിക്കും. അപ്പോൾ റിയൽ ഇമേജസിൻ്റെ കേസിൽ വി എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. സോ വി പോസിറ്റീവ് ഫോർ റിയൽ ഇമേജസ്. അപ്പോൾ വിർച്വൽ ഇമേജ് എവിടെയായിരിക്കും ഫോം ചെയ്യുക? ലെഫ്റ്റ് സൈഡിലായിരിക്കും ഫോം ചെയ്യുക. അപ്പോൾ ഇതൊരു വിർച്വൽ ഇമേജാണ്. അപ്പോൾ ഈ കേസിൽ നമ്മൾ ലെഫ്റ്റിലേക്കാണ് മെഷർ ചെയ്യുക. അതുകൊണ്ട് ഇത് നെഗറ്റീവ് ആയിരിക്കും. സോ വി എന്ന് പറയുന്നത് നെഗറ്റീവാണ്. അതൊരു വിർച്വൽ ഇമേജ് ആണെങ്കിൽ, അല്ലെങ്കിൽ ലെൻസിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ഇമേജ് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അത് വിർച്വൽ ഇമേജ് ആയിരിക്കും. ആ കേസിൽ വി എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. ഇനി ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. നമ്മൾ എപ്പോഴും നേരെയാണ് ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യുക. ഇതാണ് എച്ച്. ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഹൈറ്റ് ഓഫ് ദ ഇമേജ് 2 കേസസ് ഉണ്ട്. ഇൻവേർട്ടഡ് ഇമേജ് ആണെങ്കിൽ, ഇത് ഇൻവേർട്ടഡ് ഇമേജ് ആണ്. ഈ കേസിൽ എച്ച് ഡാഷ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. കാരണം അത് ഇൻവേർട്ടഡ് ആണ്, തലതിരിഞ്ഞാണ് ഇരിക്കുക. നമ്മൾ മെഷർ ചെയ്യുന്നത് എക്സ് ആക്സിസിൽ നിന്നും താഴേക്കാണ്. അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നെഗറ്റീവായ ഡയറക്ഷനാണ്. ഇനി അപ്രൈറ്റ് ഇമേജ് ആണെങ്കിൽ, ഇതൊരു അപ്രൈറ്റ് ഇമേജ് ആണ്. ഈ കേസിൽ എച്ച് ഡാഷ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. ഇറക്റ്റ് ഇമേജ് ആണെങ്കിൽ, അല്ലെങ്കിൽ അപ്രൈറ്റ് ഇമേജ് ആണെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് കോൺവെക്സ് ലെൻസിൻ്റെ കേസ്. നമുക്കിനി കോൺകേവ് ലെൻസിൻ്റെ കേസിൽ എന്ത് വ്യത്യാസമാണുള്ളതെന്ന് നോക്കാം. ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ കോൺകേവ് ലെൻസിൻ്റെ കേസിൽ. ഞാൻ കോൺകേവ് ലെൻസ് എന്ന് വരയ്ക്കാം. ഇതാണ് എൻ്റെ കോൺകേവ് ലെൻസ്. ഈ കേസിൽ നമുക്ക് 2 ഫോക്കൽ പോയിൻറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് 2 ഡയറക്ഷനിലും ഫോക്കൽ ലെങ്സ് ഉണ്ട്. ലെഫ്റ്റിലേക്കും ഉണ്ട്, റൈറ്റിലേക്കും ഉണ്ട്. കോൺകേവ് ലെൻസിൻ്റെ കേസിൽ നമ്മൾ ഫോക്കൽ ലെങ്ത് നെഗറ്റീവായിട്ടാണ് എടുക്കുക. ലെഫ്റ്റിലേക്കുള്ള ഫോക്കൽ ലെങ്താണ് നമ്മൾ കൺസിഡർ ചെയ്യുക. കോൺകേവ് ലെൻസിൻ്റെ കേസിൽ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. ബാക്കിയെല്ലാം കോൺവെക്സ് ലെൻസിൻ്റെ അതേപോലെ തന്നെ ആയിരിക്കും.
യു എന്ന് പറയുന്നത് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും, കാരണം ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡിലാണ്. ഇനി വി എന്ന് പറയുന്നത് റൈറ്റ് സൈഡിലാണ് ഇമേജ് ഫോം ചെയ്യുന്നതെങ്കിൽ അത് പോസിറ്റീവ് ആയിരിക്കും, ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. പക്ഷേ കോൺകേവ് ലെൻസ് വിർച്വൽ ഇമേജസ് മാത്രമേ ഉണ്ടാക്കുള്ളൂ. ഇനി അപ്രൈറ്റ് ഇമേജ് ആണെങ്കിൽ പോസിറ്റീവ്, ഇൻവേർട്ടഡ് ഇമേജ് ആണെങ്കിൽ നെഗറ്റീവ്. HI എന്ന് പറയുന്നത്, H എന്ന് പറയുന്നത് ഓൾവേസ് പോസിറ്റീവ് ആയിരിക്കും. കോൺകേവ് ലെൻസ് അഗെയിൻ അപ്രൈറ്റ് ഇമേജസ് മാത്രമേ ഉണ്ടാക്കുള്ളൂ, അത് കാരണം HI എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും.